ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഇടിഞ്ചക്ക തോരൻ വെക്കാൻ പോവാണേ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇടിഞ്ചക്കേനെ കുറിച്ചിട്ട്. അപ്പം നമുക്ക് ഇന്നൊരു കഷ്ണം കിട്ടിയിട്ടോ. ഒരു കഷ്ണമൊക്കെ മതി, അധികമൊന്നും വേണ്ട. അപ്പം നമ്മളത് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. കുഞ്ഞി ചക്ക ആയതുകൊണ്ട് മുറിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ ഒരു പശപശപ്പ് പോലെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇടിഞ്ചക്കേനെ കുറിച്ച്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണ്ട, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം എന്താ നമ്മൾ ഇതുപോലെ തൊലി ചെത്തിക്കളയുന്നുണ്ട്. ഇത് നമ്മൾ കുക്കറിനകത്തോട്ടാട്ടോ ഇടുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. പുഴുങ്ങിയെടുക്കണമല്ലോ. അപ്പം നമ്മളിത് അരിഞ്ഞിടുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നെടുത്ത് അടുപ്പിൽ വെക്കുന്നുണ്ട്. അടുപ്പല്ല, ഗ്യാസിൽ. അതാ നമ്മുടെ ഇടിഞ്ചക്ക ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളപ്പോൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു അരപ്പ് വേണം. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ജീരകമുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഇതേ നമ്മൾ അടുപ്പത്തൊരു ചട്ടി ചൂടാവാൻ വെച്ചു. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കരുത്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിൻ്റെ ഒരു ചെറിയ പച്ച കുത്തലുണ്ടാവും, അതൊന്ന് മാറണം. അതിനകത്തോട്ട് നമ്മൾ ഉപ്പിടുന്നുണ്ട്. നമ്മൾ ചക്കയ്ക്ക് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മതിയാവാതെ, അതായത് ചക്കയ്ക്ക് അത്രയും പോരാ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇടുന്നത്. അതിനുശേഷം നമ്മളത് നമ്മുടെ ചക്ക വേവിച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്നത് മൂത്ത് വരുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, മറക്കരുത്. അപ്പോൾ ഇതേ നമ്മുടെ ഇടിഞ്ചക്ക നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഗൈസ്, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.